Ladies and gentlemen, this is Adesh and welcome to my comedy. സർവമായ സിനിമയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതേപോലത്തെ ഒരു പടം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. സർവമായ 144P എന്നൊക്കെ പറയാൻ പറ്റുന്ന സിനിമയാണ് മാത്യു തോമസിന്റെ സുഖമാണ്. സോ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉള്ള സുഖം അങ്ങോട്ട് പോയി കിട്ടും. സുഖമല്ല എന്നായിരുന്നു കറക്റ്റ് ആയിരുന്ന ടൈറ്റില്. 2 സ്റ്റാർ ഉണ്ട് ഈ സിനിമയിൽ. ഒന്ന് മാത്യു തോമസ്, ആൾക്ക് കൊടുക്കാൻ പറ്റിയ കറക്റ്റ് ടൈറ്റിൽ വെറുപ്പിക്കൽ സ്റ്റാർ എന്നാണ്. ആളുടെ ഈ റീസെന്റ് ആയിട്ടുള്ള സിനിമ എടുത്തു നോക്കിക്കോ, ആളുടെ പെർഫോമൻസ് എടുത്തു നോക്കിക്കോ, വൻ വെറുപ്പിക്കലാണ്. വൻ വെറുപ്പിക്കലാണ്. ഒരു കാലത്ത് ആളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, ഇപ്പൊ കുമ്പളങ്ങി ആയിക്കോട്ടെ, തണ്ണീർമത്തൻ ആയിക്കോട്ടെ, കിഡു സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിരുന്നു. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ മലയാളം സിനിമ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ലിയോ സിനിമയിലെ ഒരു പാർട്ടാണ് മാത്യു. എന്നാൽ മാത്യുവിന്റെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ 10 പൈസയ്ക്ക് ഉള്ളില്ല. ഇങ്ങനത്തെ സീരിയൽ അപരാധങ്ങളിലൊക്കെ ഈ ചെറുക്കൻ എന്തിനാണ് പോയി ചാടുന്നത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. അടുത്ത സ്റ്റാർ മാറാരോഗി സ്റ്റാർ അല്ലെങ്കിൽ ഡെഡ് ബോഡി സ്റ്റാർ ദേവിക സഞ്ജയ്. തമിഴില് ഇപ്പൊ ഡെഡ് ബോഡി വേണമെങ്കിൽ കളയരസിനെ വിളിക്കുക, എന്നാൽ മലയാളത്തിൽ ഈ കൊച്ചാണ്. ഒരു മാറാരോഗം വന്നിട്ട് ഈ കൊച്ചു തട്ടിപ്പോ. ഇതിലെ നമ്മുടെ നായകൻ അനാഥനാണ്, പക്ഷെ ഗുണ്ടയല്ല. ആൾക്ക് വീട്ടിൽ ആരുമില്ല, അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആരുമില്ല. ഭയങ്കര ലോൺലി ആയിട്ട് ലൈഫ് ലെഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മാത്യു. ആളുടെ ലൈഫിലോട്ട് ഒരു കൂട്ടം പ്രേതങ്ങൾ, മറ്റേ നിവിൻ പോളിയുടെ ലൈഫിലോട്ട് ഡെല്ലിലോ മാത്രമേ വന്നുള്ളൂ. ഇന്ന് ഇത് ഒരു സൂപ്പർ മാർക്കറ്റ്, പ്രേതങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് കടന്നു വരും. പിന്നെ ഉണ്ടാവുന്ന സീരിയൽ പരിപാടിയാണ് സുഖമല്ല പറയുന്നത്. ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. ഈ പ്രേതങ്ങള് ബാക്കിയുള്ള പ്രേതങ്ങളെ പോലെയല്ല. പല്ലേക്കും, അതേപോലെ തന്നെ കുളിക്കും, ചെടി നടും, കർഷക സ്ത്രീ ആവണ പ്രേതങ്ങളുണ്ട്, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രേതങ്ങളുണ്ട്. എന്നാ ഡ്രസ്സ് മാത്രം മാറ്റില്ല. അത്ര നാറ്റകളായ പ്രേതമാണ്. ഇത്രയും നാറ്റകളായിട്ടുള്ള പ്രേതങ്ങളെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. തുണി മാറുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പല്ലേക്കുന്നു കുളിക്കുന്നതും. 1-2 പ്രേതങ്ങളൊക്കെ നൈസായിരുന്നു. നോബിയൊക്കെ വൻ വെറുപ്പിക്കലായിരുന്നു. എനിക്ക് ഈ സിനിമയിൽ ആകെ 2 പേര് പെർഫോമൻസ് ഇഷ്ടമായിട്ടുള്ളൂ. ഒന്ന് ജഗദീഷ് ചേട്ടൻ, ആസ് യൂഷ്വൽ അങ്ങേർക്ക് കൊടുത്ത ക്യാരക്ടർ അങ്ങേര് വൃത്തിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മണിക്കൂട്ടൻ, ആകെ 2 മിനിറ്റ് 5 മിനിറ്റേ ഉള്ളൂ, പക്ഷെ ആ ഒരു ക്യാരക്ടർ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. മാത്യുവിന്റെ പടമായോണ്ടോ മറ്റേ സർവമായ പോലത്തെ പടമായോണ്ടോ അതുകൊണ്ടൊന്നും അല്ല ഞാൻ കണ്ടത്. കാണാനുള്ള മെയിൻ റീസൺ ജഗദീഷ് ചേട്ടനായിരുന്നു. ജഗദീഷ് ചേട്ടൻ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പടത്തിൽ അഭിനയിക്കും. അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇപ്പൊ മാറിക്കിട്ടി. ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ അൺസഹിക്കബിൾസ് ആണ്. ഇതില് മറ്റേ ദേവിക സഞ്ജയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. കൊച്ചിന് അറിയാലോ മാറാ രോഗമാണ്, ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ തട്ടിപ്പോകുമ്പോ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ ഷെഫ് പിള്ളയുടെ ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. എന്താ ഷെഫ് പിള്ളക്ക് ഇതില് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഈ സിനിമയിൽ, അങ്ങേരൊക്കെ പൊക്കി അടിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന പൂ കൊണ്ടേ വെക്കണം, നിങ്ങൾ ചിരിക്കണം, നിങ്ങൾ ഡാൻസ് കളിക്കണം, ഹാപ്പി ജാം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വൻ വെറുപ്പിക്കുന്ന സാധനം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പിന്നെ എങ്ങനെയെങ്കിലും കണ്ടിരിക്കുക, സെക്കൻഡ് ഹാഫ് ഒക്കെ അൺസഹിക്കബിൾസ് ആണ്. ഇതിൽ മാത്യുവിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, എന്തുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെ ലോൺലി ആയത്, അല്ലെങ്കിൽ ആളുടെ ട്രോമ എന്താണ് കാണിക്കാൻ വേണ്ടി. പക്ക ആർട്ടിഫിഷ്യൽസ് ആണ്. ഇതൊക്കെ കണ്ട ആർക്ക് കരച്ചിൽ വരാനാണ്. മാത്യുവിന്റെ മാത്യുവിനെ അഭിനയിക്കാൻ അറിയില്ല, അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ദിസ് ഗായ് ഈസ് ടാലന്റഡ്, പക്ഷെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പുവർ ആണ്. എനിക്ക് മനസ്സിലാവാത്ത ഈ വൈ ഈസ് എ പാർട്ട് ഓഫ് ഓൾ ദീസ് ഷിറ്റ്സ് എന്നാണ് മനസ്സിലാവാത്തത്. എല്ലാ അപരാധത്തിലും ആണം കയറി അഭിനയിക്കുന്നതാണ്. പിന്നെ കുറെ പ്രേതങ്ങളുണ്ട്, ഒക്കെ വെറുപ്പിക്കലാണ്. ഒരു വയസ്സായ ഒരു അമ്മൂമ്മയും പിന്നെ ഒരു അപ്പൂപ്പനും ഉണ്ട്. അവര് 2 പേരും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എണ്ണവും വെറുപ്പിക്കലാണ്. നമ്മുടെ മാത്യുവിനെ സകലമായ എണ്ണങ്ങളും മെന്റൽ എന്നാണ് വിളിക്കുക. കാരണം ഇതിലുള്ള ഒക്കെ പൈത്യങ്ങളാണ്. തലയ്ക്ക് സുഖമില്ലാത്തവരുടെ സൂപ്പർ മാർക്കറ്റാണ് ഈ സിനിമ. അതുകൊണ്ട് സുഖമല്ല എന്നായിരുന്നു ഈ സിനിമയ്ക്ക് ഇടാൻ പറ്റിയ ടൈറ്റില്. യൂഷ്വലി നമ്മള് ഒരു സിനിമയുടെ ഉള്ളിൽ പാട്ട് കണ്ടിട്ടുണ്ടാവും. ഇതില് ഡയലോഗിനേക്കാളും കൂടുതൽ പാട്ടാണ്. മുക്കിന് ഒക്കെ പാട്ട്. പടത്തിന്റെ ഉള്ളില് പാട്ടല്ല, പാട്ടിന്റെ ഉള്ളില് പടം. എനിക്ക് ബിലോ ആവറേജ് ആയിട്ടാ തോന്നുന്നത്. ആവറേജ് എന്ന് പോലും പറയാനില്ല. സർവമായ 144P എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന് തന്നെ നാണക്കേടാണ്. അതൊക്കെ കിടു പടമാണ്. സർവമായയില് ആ ഇമോഷണൽ കണക്ഷൻ പേഴ്സണലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ എവിടെ അങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല. എവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയോ പകുതി സിനിമ സക്സസ് ആയി. എന്നാൽ അതില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല.
സോ ടു മീ പേഴ്സണലി ദിസ് ഇസ് എ ബിലോ ആവറേജ് പടം. സോ സുഖമാണ് ഈ സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. സോ വേണ്ടവർ കണ്ടു നോക്കുക. ചിലവർക്ക് ഇത് ഭയങ്കര കിടു പടമായിട്ടൊക്കെ തോന്നും. കണ്ട് തീരുമാനിക്കുക.